ഇപ്പുറത്തെ സൈഡിൽ പത്തിലധികം എത്ര പ്രതികളാണ്, എത്ര പ്രതികൾ ഓർമ്മയില്ല, എന്തായാലും 10ലധികം പ്രതികളോ ഇപ്പോൾ ഓർമ്മ വരുന്നില്ല, 10 പ്രതികളുണ്ട്. ആ പ്രതികളും എല്ലാം പോരാടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ക്രിമിനൽ ട്രയലിനെ കുറിച്ച് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ്. ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് പ്രതിഭാഗത്തിന്. നിങ്ങൾ ഈ മാധ്യമ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കണ മാതിരി എൻ്റെ ഓഫീസിൽ എനിക്ക് ഒരിക്കലും ഇല്ല. ഷീസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആക്ട്രസസ്. എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? എൻ്റെ കേസിൽ മെറിറ്റില്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അവരുടെ മാനം വിറ്റിട്ട് ജീവിക്കുകയാണെന്ന് അങ്ങനെയൊന്നും ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ അതിന് മറുപടി പറയാം. ഐ ഹവ് ഗോൺ ത്രൂ എവറി റെക്കോർഡ് ഓഫ് ഇറ്റ്, എവറി പോസിബിൾ documents that is accessible to me, including നിങ്ങൾ വായിച്ചോ ഈ 65 പേജുള്ള കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് വന്ന ജഡ്ജ്മെന്റ്? ഇല്ല, ഹൈക്കോടതി നിന്ന് വായിച്ചു, ഞാനത് വായിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ആ ഡിഫറൻസ് നമ്മളുടെ ഐക്യു നിലവാരത്തിൽ ഈ കാര്യത്തിലുണ്ടാവും. അല്ലില്ല, ദ മോർ റെക്കോർഡ്സ് ഐ സീ, ദ മോർ കൺവിൻസ്ഡ് ഐ ആം ദാറ്റ് ഇറ്റ് ഇസ് എ ഫാൾസ് കേസ്. And I'm standing by it. I'm waiting for the judgment. Why don't you also wait? അവരൊരു റേപ്പിന് വിക്ടിമായ അവര് മിണ്ടിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പത്തെ സൈഡിൽ മിണ്ടരുതെന്ന്, ദിലീപിനോട് മിണ്ടരുതെന്ന് കോർട്ട് ഓർഡർ ഉണ്ട്. അങ്ങനെയുള്ള ഒരു കേസിൽ എന്ത് ചെയ്യണം? സർക്കാർ സംവിധാനം 5 വർഷമായിട്ട് ഈ കേസിന് വേണ്ടിയിട്ട് സർക്കാർ ഖജനാവിൽ നിന്ന് പണം മുടക്കിയിട്ട് ട്രയൽ നടക്കുകയാണ്. ആ സമയത്ത് സർക്കാരിന്റെ തന്നെ പൈസ ഉപയോഗിച്ചിട്ട് നടത്തുന്ന ഒരു ഇവന്റിൽ കൊണ്ടുപോയി അവളെ അപരാധിക്കുക. എന്ത് പേര് അറിഞ്ഞു? മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ല ചടങ്ങില്. നമ്മുടെ സർക്കാരും ജനങ്ങളും അവരെ അംഗീകരിക്കുന്നു. ആരെ അംഗീകരിച്ചത്? ഏത് സർക്കാർ അംഗീകരിച്ചത്? രഞ്ജിത്തിന് രേവതിയോടും ബീന വേണുവിനോടും ഒക്കെ തോന്നിയ കമ്പത്തിന്റെ പുറത്ത് വിളിച്ചോണ്ട് വന്നതാണ് ആ പെണ്ണിനെ. പിന്നെ അത് പറഞ്ഞല്ലോ, 2 ദിവസം കഴിഞ്ഞിട്ട് ദിലീപിനെ ഫേവർ ചെയ്തുകൊണ്ട് അവനെന്തോ സംസാരിക്കണ്ടായിരുന്നല്ലോ. ഇതൊക്കെ ഇവരൊക്കെ ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? നിങ്ങൾ എന്താ അത് മനസ്സിലാക്കാത്തത്? ആയിക്കൂടെ? ചെയ്തിട്ടില്ലേ? എത്രയോ കേസുകളില്ലേ? ആ ശത്രുക്കളായല്ലോ. എന്ന് പറയുന്നതല്ലേ. വൈ ഡോണ്ട് യു വെയിറ്റ് ഫോർ ദ ജഡ്ജ്മെന്റ്? വാട്ട് ഇസ് ഹെൽപ്പ് പ്രിവെന്റിംഗ് യു ഫ്രം വെയിറ്റിംഗ് ഫോർ ദ ജഡ്ജ്മെന്റ്? വെയിറ്റ് ഫോർ ഇപ്പം അല്ലല്ലോ ഈ അതിജീവിതം എത്ര പ്രാവശ്യമാണ് അവരുടെ ഇതിൽ കേസ് മാറിപ്പോയിട്ടുള്ളത്? യു ഹാവ് നോട്ട് ഗോൺ ത്രൂ ദ റെക്കോർഡ്സ്. അതാണ് പറഞ്ഞത്. ഈ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് എനിക്ക് സമയം തരാനില്ല. നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ഈ കേസിനെ കുറിച്ചിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനിത് ലീഗൽ ബേസിസിലല്ലേ പറയുന്നത്. ഹാവ് യു റെഡ് ത്രൂ? ഞാൻ നിങ്ങളുമായിട്ട് ഒരു ഡിബേറ്റിൽ എങ്ങനെയാണ് ഏർപ്പെടുന്നത്? യു ഹാവ് നോട്ട് സീൻ ദ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഷി ഹസ് ഗിവൻ ബിഫോർ ദ പോലീസ്. യു ഹാവ് നോട്ട് സീൻ ദ 164 സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഷി ഹസ് ഗിവൻ ബിഫോർ ദ പോലീസ്. യു ഹാവ് നോട്ട് ഗോൺ ത്രൂ ദി എൻറ്റയർ ഡെപ്പോസിഷൻ. ഇത്ര കട്ടിയുണ്ട് കോടതിയിൽ ഇവള് കൊടുത്തിട്ടുള്ള മൊഴിയും ഇവളെ ക്രോസ് എക്സാമിനേഷൻ ചെയ്തിട്ടുള്ളതും. യു ഹാവ് നോട്ട് ഗോൺ ത്രൂ എനി ഓഫ് ദി ജഡ്ജ്മെന്റ്സ് ഓഫ് ഈദർ ദി സെഷൻസ് കോർട്ട് ഓർ ദി ഹൈ കോർട്ട് ഓർ ദി സുപ്രീം കോർട്ട്. ദിസ് ഇസ് ഓൾ ദെയർ ഇൻ മൈ കമ്പ്യൂട്ടർ ആൻഡ് മൈ ഹാർഡ് കോപ്പീസും ഉണ്ട്, അല്ലാത്തതിനകത്ത് എനിക്ക് സോഫ്റ്റ് കോപ്പീസും ഉണ്ട്. ഐ റെഡ് ത്രൂ എവറി സിംഗിൾ ഡോക്യുമെന്റ് ദാറ്റ് ഇസ് ആക്സസിബിൾ ടു ദി പബ്ലിക് ആസ് വെൽ ആസ് ടു ദി ലോയേഴ്സ്. ഞാൻ ഈ പറയുന്ന ഈ ഡെപ്പോസിഷൻ ഉൾപ്പെടെ ഞാൻ വായിച്ചിട്ടാണ് ഇരിക്കുന്നത്. അന്നറിയില്ല. നമുക്കിപ്പം ട്രയൽ എങ്ങനെ പോകുന്നു എനിക്ക് എങ്ങനെ അറിയുന്നത്? Going by the case records, my analysis is that മാറ്റും. തിരുത്തി പറയൂല. I'll go by the judgment. നമുക്ക് കേസ് റെക്കോർഡ്സ് വായിക്കുമ്പോൾ നമുക്കൊരു അനാലിസിസ് ഉണ്ടായിക്കൂടി? ആ അനാലിസിസ് ഞാൻ പറയാണ്. അതൊന്നും വായിക്കാതിരുന്ന അനാലിസിസ് വേറൊരു ഭാഗത്ത് ഇരുന്നുകൊണ്ട് മറ്റു ഭാഗത്ത് നിന്നുകൊണ്ട് ഇവിടെ ശരിയാണെന്ന് പറയുമ്പം ഇത് ശരിയല്ല എന്ന് കേസ് റെക്കോർഡ്സ് വായിച്ചതിന്റെ ബേസിസിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് അത് റെസ്ലെസ് ആക്കുന്നത്? എന്തുകൊണ്ട് ഡിഫൻസ് മാം ക്രിട്ടിസൈസ് ചെയ്യാത്തത്? അതിജീവിതം ക്രിട്ടിസൈസ് ചെയ്തതുപോലെ പറഞ്ഞോണ്ടിരിക്കില്ലേ? ഡിഫൻസിനെ കുറിച്ച് ഞാൻ വേറെ ഇന്റർവ്യൂ നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ദിലീപിനോട് ഞാൻ സംസാരിച്ചു. ഈ അടുത്ത കാലത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മേ ബി ഒരു ലെസ് ദാൻ എ ഇയർ ആയിരിക്കണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്താ കുഴപ്പം? അതെന്തോ ദിലീപിനോട് സംസാരിക്കുന്നു. ദിലീപിനോട് അടുത്ത ആൾക്കാരെ പുള്ളി അപ്പം ഈ അതിജീവിതം ആരോപിക്കുന്ന പോലെ ജഡ്ജിന് പുള്ളിയായിട്ട് അടുപ്പമുണ്ട് അല്ലെങ്കിൽ അയ്യോ ഇതിനൊന്നും ഞാൻ മറുപടി പറയില്ല കേട്ടോ. ബിക്കോസ് ദീസ് ആർ ഓൾ മാറ്റേഴ്സ് പെൻഡിങ് ബിഫോർ ദ കോർട്ട്. നിങ്ങളിപ്പോൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ഇവിടെ സുപ്രീം കോർട്ടിൽ ഇതും കൊണ്ട് പോവുകയാണ്. അവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യം നിങ്ങൾ എന്നോട് ചോദിച്ച് മനസ്സിലാക്കണം. എന്തിനാ? വൈ ഡോണ്ട് യു റീഡ് ദ ജഡ്ജ്മെന്റ്? ഐ കൻ ഗിവ് യു എ കോപ്പി ഓഫ് ദ ജഡ്ജ്മെന്റ്. യു റീഡ് ആൻഡ് സ്റ്റഡി.
Don't think you can get free consultation from me. നമ്മൾ ഒരാളുടെ വസ്ത്രധാരണം, അതിപ്പം സെലിബ്രിറ്റി ആയാലും ആരായാലും, അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ വസ്ത്രധാരണം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സെലിബ്രിറ്റി ഇട്ട വസ്ത്രത്തെക്കുറിച്ച് മാം ക്രിട്ടിസൈസ് ചെയ്ത്. ഏത് സെലിബ്രിറ്റിയാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം അത് പേഴ്സണലി അതെനിക്കൊരു ചെറിയ വേദന ഉണ്ടാക്കി. കാരണം എന്ന് പറഞ്ഞാൽ കേസിൻ്റെ കാര്യത്തിൽ ഉള്ള ചില ശക്തമായ വിയോജിപ്പുകളും എതിർപ്പുകളും പ്രതിഷേധങ്ങളും ഇരിക്കെ തന്നെ നടി എന്ന നിലയ്ക്ക്, ആക്ട്രസ് എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കുട്ടിയാണ് അത്. ഒരുപാട് ഇഷ്ടമുള്ളൊരു കുട്ടിയാണ്. ഷീസ് വെരി ക്യൂട്ട് ആൻഡ് ഷീസ് ഹൈലി ടാലൻറ്റഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടിയാണ് അവിടെ. ഭയങ്കര ഒരു വൈബ്രൻ്റ് ആണ് ആ കുട്ടി. അപ്പം അതുകൊണ്ട് തന്നെ അപ്പം ഞാനത് ഈ വിഷയം പറയുന്നതിന് അത് എഴുതിയ പോസ്റ്റ് എഴുതുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ അവരിങ്ങനെ പറഞ്ഞു, എന്താ അവളിങ്ങനെ ഇത്രയും വൃത്തികേടായിട്ട് അതും ഇങ്ങനെയൊക്കെ പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പേഴ്സണലി എൻ്റെ ഒരു പെയിനായിരുന്നു അത്. എന്താണെന്ന് പറഞ്ഞാൽ ആ കുട്ടീനെ ഞാൻ കണ്ടിട്ടുള്ളതെല്ലാം വളരെ എലിഗൻ്റ്ലി ഡ്രസ്ഡാണ്. മേ ബി ഷി ഹാസ് ആക്ടഡ് ഇൻ അതർ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് ആയിട്ടുണ്ട്. ഞാൻ ആ സിനിമയൊന്നും കണ്ടിട്ടില്ല. നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളപ്പോഴും മോഡലായിട്ട് വരുമ്പോഴും പിന്നെ നമ്മളെ ഇൻ്റർവ്യൂസിലൊക്കെ കാണുമ്പോഴും അല്ലാതെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോഴും ഷീസ് ഓൾവേസ് എലിഗൻ്റ്ലി ഡ്രസ്ഡ്. ക്ലാസ്സാണ് അവരുടെ. അത് വെസ്റ്റേൺ വെയർ ആണെങ്കിൽ അങ്ങനെ, ഇനി എത്നിക് വെയർ ആണെങ്കിൽ അങ്ങനെ. ഷീസ് മോഡസ്റ്റ്ലി ആൻഡ് വെരി എലിഗൻ്റ്ലി ഫാഷനബിളി ഡ്രസ്ഡ്. അവിടെ നമുക്കൊരു വൾഗാരിറ്റി നമുക്ക് ഫീൽ ചെയ്യില്ല. എനിക്കിതുവരെ തോന്നിയിട്ടില്ല. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കൊണ്ട് തന്നെ. അപ്പം അങ്ങനെയുള്ള ഒരു ഈ ഒരു പരുവത്തിൽ ഞാൻ കണ്ടപ്പം എനിക്കൊരു പ്രയാസം തോന്നി. ആ പ്രയാസമാണ് ഞാൻ അതിനെ അങ്ങനെ ആ രീതിയിൽ എഴുതി വെച്ചത്. അതിനെ ഞാൻ എഴുതുമ്പം എനിക്ക് എന്താണ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമാണ്. ഞാൻ അവരെ ബിലിറ്റിൽ ചെയ്യാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ അതിനകത്ത് എഴുതിയതും അങ്ങനെയാണ്. അത് ഞാൻ ഇതിന് മുൻപേ അവരുടെ വയറുഭാഗം എങ്ങനെയായിരിക്കുമെന്ന് പ്രസ്യൂം ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഉണ്ടായിട്ടില്ല. ബിക്കോസ് ദാറ്റ് അത്രമേൽ ഭംഗിയായിട്ടും സുന്ദരമായിട്ടുമാണ് അവരെ ഒരുക്കിക്കൊണ്ട് നടന്നിരുന്നത്. അപ്പം ആ വേഷത്തിൽ അവരെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡായി, കുറച്ച് പെയിൻ്റായി. ആ പെയിൻ്റെ പുറത്തുനിന്ന് ആ ഒരു വിഷമം, ഉള്ളിലൊരു വേദന തോന്നിയപ്പം അതും എൻ്റെ തന്നെ ലേഡി ഫ്രണ്ട്സ് പലരും എന്ത് വൃത്തിയായിട്ടാണ് അവൾ, എന്തിനാണ് ഇങ്ങനെ എന്തൊരു വേഷമല്ലേ എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ തോന്നിയ ഒരു വേദനയുടെ പുറത്ത് അങ്ങനെ എഴുതി വെച്ചതാണ്. ഇങ്ങനെയാണെന്ന് പ്രസ്യൂം ചെയ്യാതിരുന്നത് ഞാൻ മാത്രമാണോ, അതിന് കൂടുതൽ ഭംഗി ഉണ്ടായിരുന്നെങ്കിലും തോന്നിപ്പോയത് എനിക്ക് മാത്രം എന്ന് എൻ്റെ പ്ലാറ്റ്ഫോമിൽ ഞാൻ പറയുമ്പം അതെടുത്തു കൊണ്ടുപോയിട്ട് എൻ്റെ സംഗീത ലക്ഷ്മണയുടെ വയറിനെ കുറിച്ചിട്ട്, ഞാൻ സിനിമാ നടിയല്ല, എനിക്കത് തുറന്ന് കാണിക്കേണ്ട കാര്യവുമില്ല. ഞാൻ ഗ്ലോബൽ വിസ എടുക്കാൻ പോയിട്ടുമില്ല, പോകുന്നുമില്ല. അപ്പം അതിനെ എന്നെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തപ്പം അതിന് വേറൊരു മറുപടി എന്നോണം പഴയ എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് സാരിയിൽ കൊടുത്തപ്പം ഉള്ളൊരു ഫോട്ടോ, എൻ്റെ അനിയത്തി വേറെ ഉണ്ടായിരുന്നു, എൻ്റെ അനിയത്തി ചീത്ത വിളിച്ചിട്ട് നേരത്തെ എഴുതിയിരുന്നൊരു പോസ്റ്റിലെ ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നിട്ട് അവിടെ പോസ്റ്റ് ചെയ്ത് അതൊരു പഴയ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് വയറ് കാണുന്ന പോർഷൻ ഞാൻ മനഃപൂർവ്വം പോസ്റ്റ് ചെയ്തു. അത് സ്കിൻ ടൈറ്റ്. ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ ഫ്രീഡം അല്ലേ? ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ കൺഫ്രണ്ട് ചെയ്യുന്നത്?